40 വർഷം മുൻപുള്ള രണ്ട് കൊലപാതകങ്ങൾ. ഒരാളെ തിരിച്ചറിഞ്ഞു, മറ്റേയാൾ ആര്? ഒരുപക്ഷെ കേരള പോലീസിന്റെ ചരിത്രത്തിലെ അത്യപൂർവമായിട്ടുള്ള ഒരു കേസാണ് ഇന്ന് തെളിഞ്ഞത്. 40 വർഷം മുൻപ് താൻ 2 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരാൾ 2025 ജൂലൈയിൽ വെളിപ്പെടുത്തുകയുണ്ടായി. ഒരു കുറ്റസമ്മത മൊഴി എന്ന നിലയിലാണ് അയാൾ പറഞ്ഞത്. എന്നാൽ പോലീസ് ഇത് വിശ്വസിച്ചില്ല. ആദ്യം ഇയാൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ എന്നുള്ളതായിരുന്നു പോലീസിനെ ആദ്യം അലട്ടിയ ഒരു വിഷയം. പക്ഷേ നിരന്തരമായി ചോദ്യം ചെയ്തപ്പോൾ ഇയാൾക്ക് അങ്ങനെ ഒരു മാനസിക പ്രശ്നമില്ല. മുഹമ്മദ് അലി പറയുന്നത്, ഞാനൊരു വലിയ കുറ്റബോധം കൊണ്ട് നീറുകയാണ്. എൻ്റെ ഒരു മകൻ മരിച്ചു, മറ്റേ മകൻ അപകടത്തിൽപ്പെട്ട് തളർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്നെ കുറ്റബോധം വല്ലാതെ അലട്ടുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലെന്നായിരുന്നു അന്ന്, അതായത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇയാൾ വേങ്ങര പോലീസിന്റെ പറഞ്ഞത്. കൊല്ലപ്പെട്ടത് ആരാണ് എന്നതിനെ കുറിച്ച് മുഹമ്മദ് അലിക്ക് യാതൊരു വിവരവുമില്ല. 2 പേരെ കൊന്നു എന്ന് മാത്രം ഇയാൾക്ക് ഉറപ്പുണ്ട്. ഒടുവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 116/1986 എന്ന പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഈ കേസ് തിരുവമ്പാടി പോലീസാണ് രജിസ്റ്റർ ചെയ്തത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ പറയുന്ന ആ കുറ്റകൃത്യം നടന്നത് വേങ്ങര പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലല്ല, മറിച്ച് തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലാണ്. അങ്ങനെ കേസ് വേങ്ങര പോലീസ് തിരുവമ്പാടി പോലീസിന് കൈമാറി. FIR രജിസ്റ്റർ ചെയ്തു. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പക്ഷേ തെളിവുകളില്ല. ഇയാൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആരാണ് കൊല്ലപ്പെട്ടത് എന്നതിനെ കുറിച്ച് യാതൊരു വ്യക്തതയില്ല. 40 വർഷം മുൻപ് നടന്നൊരു കേസാണ്. അത് ശാസ്ത്രീയമായി തെളിയിക്കുക എന്ന വലിയ വെല്ലുവിളിയായിരുന്നു പോലീസിന് മുന്നിൽ. ഒടുവിൽ പോലീസ് ചെയ്തത്, കഴിഞ്ഞ ഈ 2025 ജൂലൈ ഇയാൾ വെളിപ്പെടുത്തൽ സമയം മുതലേ പോലീസ് ഈ കേസിന്റെ പുറകെയാണ്. അന്നത്തെ പത്ര കട്ടിങ് നോക്കി, അതേപോലെ തന്നെ അന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ നോക്കി, മാൻ മിസ്സിംഗ് കേസുകൾ എല്ലാം തന്നെ പുനഃപരിശോധിച്ചു. പക്ഷേ ഇയാൾ പറയുന്ന രീതിയിലുള്ള ഒരാളെ കിട്ടിയില്ല. ഇയാൾ പറഞ്ഞത്, ഞാൻ ഒരാളെ തോട്ടിൽ മുക്കിക്കൊന്നു എന്നാണ് ഇയാൾ പറഞ്ഞത്. തല താഴ്ത്തി മുക്കിക്കൊന്നു. അതിന്റെ പ്രകോപനം മുഹമ്മദ് അലി പറയുന്നത്, എന്നെ അയാൾ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചു. അതിനുള്ള പകയെന്ന നിലയിലാണ് ഇയാളെ തോട്ടിൽ മുക്കിക്കൊന്നത് എന്നാണ് പറഞ്ഞത്. കൂടരഞ്ഞി സ്വദേശിയായിട്ടുള്ള മോഹനനാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇപ്പോൾ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഈ തിരിച്ചറിവിലേക്ക് എത്തിയത് ഈ മുഹമ്മദ് അലിയെ കൊണ്ട് പല തവണ പോലീസ് പല കാര്യങ്ങളും ചോദിച്ചെങ്കിലും അതൊന്നും തന്നെ വ്യക്തതയില്ലാത്തതാണ്. കാരണം 40 വർഷം മുൻപുള്ള കാര്യമാണ്, ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതാണ്. കാരണം കോടതിയിൽ ആവശ്യം എപ്പോഴും തെളിവാണ്, കഥകളല്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ഇതിനകത്ത് ഒരു സോളിഡ് എവിഡൻസ് ആവശ്യമുണ്ട്. അങ്ങനെ മുഹമ്മദ് അലിയെ കൊണ്ട് രേഖാചിത്രം വരപ്പിച്ചു, ആരെയാണ് കൊന്നത് എന്നെ സംബന്ധിച്ച്. പക്ഷേ മുഹമ്മദ് അലിയുടെ ഓർമ്മ കൃത്യമായിരുന്നു. മുഹമ്മദ് അലി വരച്ച ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടങ്ങി. അങ്ങനെ പോലീസ് എത്തിച്ചേർന്നത് കൂടരഞ്ഞി സ്വദേശിയായിട്ടുള്ള മോഹനന്റെ അടുക്കലാണ്. മോഹൻ എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനകത്ത് കൊലപാതകം എന്നുള്ള കാര്യം വരുന്നില്ല. അങ്ങനെ മോഹനന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് വീണ്ടും അന്വേഷിച്ചു. മോഹനന്റെ സഹോദരനെയും സഹോദരിയെയും വിളിച്ചു വരുത്തി ഈ മുഹമ്മദ് അലി പറഞ്ഞിട്ടുള്ള ഈ രേഖാചിത്രവുമായി കാണിച്ചു കൊടുത്തു. അവർക്ക് ഏകദേശം മനസ്സിലായി. കാരണം അവരുടെ സഹോദരനെ വർഷങ്ങൾക്ക് മുമ്പ് ഈ മുഹമ്മദ് അലി പറഞ്ഞ 1986 തന്നെ മിസ്സിംഗ് ആയിരുന്നു. അവർ പറഞ്ഞ ഒരു കാര്യം, ഇദ്ദേഹത്തിന് ചന്നി വരുന്ന ഒരാളാണ്, അതായത് അപസ്മാരമുള്ള ആളാണ് ഈ മോഹനൻ എന്ന് പറയുന്ന ആൾ. ആ മോഹനൻ കൂലിപ്പണിക്കാരനാണ്. അപ്പൊ അദ്ദേഹം അവസാനമായി കൂലിപ്പണിക്ക് പോയത് ദേവസ്യ എന്ന് പറയുന്ന, കൂടരഞ്ഞിയിലെ ദേവസ്യ എന്ന് പറയുന്ന ഒരാളുടെ പറമ്പിലാണ് കൂലിപ്പണിക്ക് പോയത്. അങ്ങനെ പോലീസ് ദേവസ്യയോടും ചോദിച്ചു. ദേവസ്യയ്ക്കും ഇയാൾ മരിച്ചു എന്നുള്ള കാര്യം അറിയാം, പക്ഷേ കൊലപാതകമാണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമില്ല, ഒന്നുമില്ല. പക്ഷേ അവസാനം ഈ സഹോദരനുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്, ഈ മുഹമ്മദ് അലി കൊന്ന ആദ്യത്തെയാൾ കൂടരഞ്ഞി സ്വദേശിയായിട്ടുള്ള മോഹനനാണ്. അത് തെളിഞ്ഞിരിക്കുന്നു. അതിനിടയിലാണ് പോലീസിനെ കുഴക്കുന്ന രണ്ടാമത്തെ പ്രശ്നം. മുഹമ്മദ് അലി പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒരാളെ കൂടി കൊന്നിട്ടുണ്ട്. അത് കോഴിക്കോട് നടക്കാവിന് അടുത്തുള്ള വെള്ളയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ കൊലപാതകം നടന്നത്. ആ കൊലപാതകം 20-ാം വയസ്സിലാണ് നടത്തിയത്. ആദ്യത്തെ കൊലപാതകം 14-ാമത്തെ വയസ്സിലാണ് നടത്തിയത്. രണ്ടാമത്തെ കൊലപാതകം 20-ാമത്തെ വയസ്സിലാണ് നടത്തിയത്. 20-ാമത്തെ വയസ്സിൽ ഈ വെള്ളയിലെ ബീച്ചിൽ വെച്ചാണ്
കൊലപ്പെടുത്തുന്നത്. താനും തൻ്റെ ഒരു സുഹൃത്തും കൂടി ചേർന്നാണ് ഈ കൊല നടത്തിയതെന്നാണ് അദ്ദേഹത്തിൻ്റെ മൊഴി. ഇപ്പോൾ പോലീസ് ആദ്യത്തെ കാര്യം തെളിഞ്ഞു, ആദ്യത്തെ കൊല്ലപ്പെട്ടയാളെ സ്ഥിരീകരിച്ചു. ഇനി രണ്ടാമത്തെ ഈ വെള്ളയിൽ ഭാഗത്ത് വെച്ച് ഈ മുഹമ്മദ് അലി കൊലപ്പെടുത്തിയത് ആരാണ് എന്നുള്ളതാണ് പോലീസിനെ അലട്ടുന്ന നിർണായകമായിട്ടുള്ള ഒരു പ്രശ്നം. അതേ കുരുക്ക് തന്നെ പോലീസിന്റെ മുന്നിൽ വീണ്ടും വന്നിരിക്കുന്നു. ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. അതിൻ്റെ കഥ എന്താണെന്ന് മുഹമ്മദ് അലി പറയുന്നത് ഇങ്ങനെയാണ്. ആ സമയത്ത് 20-ാം വയസ്സിൽ താൻ വെള്ളയിൽ ഭാഗത്ത് അവിടെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു, ഹോട്ടൽ തൊഴിലാളിയായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. താൻ അന്ന് പൈസ കൊണ്ട്, അന്നത്തെ ദിവസ വരുമാനം കൊണ്ട്, അന്ന് കിട്ടിയ ശമ്പളം കൊണ്ട് പുറത്തിറങ്ങി നടന്നു വന്ന വഴിക്ക് ഒരാൾ തടഞ്ഞു നിർത്തി തൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി. അതാരാണെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. അന്ന് മുഹമ്മദ് അലി തൻ്റെ സുഹൃത്തായ കഞ്ചാവ് ബാബു എന്ന് പറയുന്ന ഒരാളുണ്ട്. അവിടെ വെച്ച് ആ ഹോട്ടലിൽ ജോലി ചെയ്ത സമയത്ത് പരിചയപ്പെട്ട ആളാണ് ഈ കഞ്ചാവ് ബാബു. കഞ്ചാവ് ബാബുവിനോട് ഈ വിവരം പറയുന്നു. എൻ്റെ ഞാൻ ഹോട്ടലിൽ നിന്ന് പണിയെടുത്ത പണം ഒരാൾ തട്ടിക്കൊണ്ട് ഓടി, അയാളുടെ രൂപം ഇതാണ്. അപ്പോൾ കഞ്ചാവ് ബാബു പറഞ്ഞു, ഇയാളെ ഞാൻ ഇപ്പോൾ വെള്ളയിൽ ബീച്ചിനടുത്ത് വെച്ചിട്ട് കണ്ടതേ ഉള്ളൂ, നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കഞ്ചാവ് ബാബുവിനെ കൂട്ടി മുഹമ്മദ് അലി വെള്ളയിൽ ബീച്ചിലെത്തി. അവിടെ ചെന്നപ്പോൾ തൻ്റെ കയ്യിൽ നിന്നും പണം തട്ടിപ്പറിച്ച ആൾ തന്നെയാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഈ കഞ്ചാവ് ബാബുവിൻ്റെ സഹായത്തോടു കൂടി ഇയാളെ അവിടെ മണലിൽ മുഖമമർത്തി കൊലപ്പെടുത്തി. സമാനമായ നിലയിൽ മുഖമമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ തട്ടിപ്പറിച്ചുകൊണ്ടെടുത്ത് ആ പണവും ഒപ്പം ഇയാളുടെ പോക്കറ്റിലിരുന്ന പണവും കൂടി ഈ കഞ്ചാവ് ബാബുവും മുഹമ്മദ് അലിയും കൂടി എടുത്തതിന് ശേഷം രണ്ടുപേരുടെ പകുത്തെടുത്തതിന് ശേഷം രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി. പിന്നീട് ഈ കഞ്ചാവ് ബാബുവിനെ ഈ മുഹമ്മദ് അലി കണ്ടിട്ടുമില്ല. ആ കഞ്ചാവ് ബാബു ആരാണെന്ന് പോലും ഇപ്പോൾ ഓർമ്മയില്ല. അങ്ങനെയുള്ള വല്ലാത്തൊരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ പോലീസ്. ഈ രണ്ടാമത് വെള്ളയിൽ വെച്ച് കൊല്ലപ്പെടുത്തിയ രണ്ടാമത്തെ ആ ഇരയാരാണ്, അയാൾ ആരാണ് എന്നതിനെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല. മുഹമ്മദ് അലിക്കാകട്ടെ അയാളെക്കുറിച്ച് ഒരു രൂപവുമില്ല. അന്ന് കൊന്നു എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് ഇയാൾ ആരാണ്, എന്താണ് എന്നതിനെ യാതൊരു വിവരവുമില്ല. കാരണം താൻ വളരെ അപ്രതീക്ഷിതമായി നടന്ന സംഭവമാണ്. തൻ്റെ നിന്ന് പൈസ തട്ടിപ്പറിച്ചിട്ട് പോകുന്നു, ഉടനെ കൂട്ടുകാരനുമായിട്ട് ചെന്ന് ബീച്ചിൽ പോകുന്നു, അയാളെ കാണുന്നു, കൊല്ലുന്നു. ഇതിനപ്പുറത്തേക്ക് യാതൊരു ധാരണ അയാളെക്കുറിച്ചില്ല. മാത്രമല്ല ആ കൂട്ടുകാരൻ അയാളെ കഞ്ചാവ് ബാബുവിനെ കുറിച്ചും ഇപ്പോൾ മുഹമ്മദ് അലിക്ക് കാര്യമായ ഓർമ്മയില്ല. അപ്പോൾ ആദ്യത്തെ കൊലപാതകം തെളിഞ്ഞു. രണ്ടാമത്തെ കൊലപാതകം ആരാണ് എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ഇതുപോലെ ആദ്യത്തെ കൊലപാതകമായിട്ടുള്ള ഈ മോഹനനെ പോലെ തന്നെ ഉള്ള ഒരു വലിയൊരു കുരുക്കിലേക്കാണ് പോലീസ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇതിപ്പോൾ നടക്കാവ് പോലീസ് സ്റ്റേഷന്റെ അതിർത്തി, അന്ന് വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ അതിർത്തി, അവിടെ പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ നടക്കാവ് പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിലാണ് ഈ വെള്ളയിൽ എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ട് ഇപ്പോൾ നടക്കാവ് പോലീസിനാണ് ഇനിയുള്ള ഈ ഒരു അന്വേഷണത്തിന്റെ ചുമതല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതെങ്ങനെ തെളിയിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഇപ്പോൾ തന്നെ പോലീസിന് മുന്നിലുള്ളത് ആളെ തിരിച്ചറിഞ്ഞെങ്കിലും കോടതിയിൽ ഈ കുറ്റസമ്മത മൊഴിയല്ലാതെ മറ്റ് ശാസ്ത്രീയമായ ഒന്നും തന്നെ ഇല്ല. അന്നത്തെ പത്രവാർത്തകളിലൊക്കെ ഉള്ളത് ഒരാൾ മരിച്ചു എന്നത് മാത്രമാണ് അന്നത്തെ പത്രവാർത്തകളുള്ളത്. കൊലപാതകം എന്ന് ആരും പറയുന്നില്ല, എങ്ങും പറയുന്നില്ല. ഇയാൾക്ക് അപസ്മാരമുണ്ടായിരുന്നു, സ്വാഭാവികമായിട്ടും തോട്ടിൽ വീണ് മരിച്ചതെന്നാണ് അന്ന് എല്ലാവരും കരുതിയത്. അത്തരത്തിലായിരുന്നു അന്നത്തെ പത്രവാർത്തയും. പക്ഷെ ഇപ്പോഴുള്ള ഈ ഒരു പ്രശ്നം, രണ്ടാമത് കൊല്ലപ്പെട്ടത് ആരാണ്, കൊന്നയാൾക്കും അറിയില്ല, മരിച്ചയാൾക്കും അറിയില്ല, അയാളെ തേടി ആരും വന്നിട്ടുമില്ല. അതാരാണ്, എവിടുത്തെ സ്വദേശിയാണ്, ഈ കേരളീയൻ തന്നെയാണോ അതോ മറ്റേതെങ്കിലും പ്രദേശത്തുള്ള ആളാണോ എന്നതിനെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയും പോലീസിനില്ല. ഇപ്പോൾ അടുത്ത അന്വേഷണം അയാളെ കുറിച്ചിട്ടുള്ളതാണ്. ആ അന്വേഷണം ഇപ്പോൾ പോലീസ് വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ അത് തെളിയും എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രതീക്ഷ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.